നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗോദി മീഡിയകളിൽ പ്രമുഖ നേതൃസ്ഥാനം വഹിച്ചിരുന്ന റിപ്പബ്ലിക് ടിവിയും അർണബ് ഗോസ്വാമിയും എങ്ങനെയാണ് പെട്ടെന്നൊരു നാൾ മലക്കം മറിഞ്ഞ് അവർക്കെതിരെ തിരിയുന്നത്? NDTV കൃത്യമായി അദാനി ഗ്രൂപ്പ് വാങ്ങിയതിന് ശേഷം, അതായത് മേജർ ഷെയറും അദാനി ഗ്രൂപ്പ് വാങ്ങിയതിന് ശേഷം NDTV ഗ്രൂപ്പുമായുള്ള നേർക്കുനേരുള്ള ചാനൽ വാർ, അതായത് ചാനൽ പോരാട്ടത്തിൽ അർണബ് ഗോസ്വാമിയുടെ നില ഇടിയുന്നു, പരിങ്ങല്ലാകുന്നു. പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ പുടിൻ, അതായത് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശന വേളയിൽ അർണബിനെ 7 അയലത്ത് അടുപ്പിച്ചില്ല എന്നുള്ള അടക്കം പറച്ചിൽ മാധ്യമരംഗത്തുണ്ട്. കൃത്യമായി നമുക്കറിയാം, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ത്യൻ സന്ദർശനത്തിന് വന്നപ്പോൾ അന്ന് അഭിമുഖം കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പബ്ലിക് ചാനലിലായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നില്ല? ആരവല്ലി കുന്നുകൾ ഇടിച്ചു നികത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അർണബ് ഗോസ്വാമി എന്തുകൊണ്ട് ശക്തമായി കേന്ദ്ര നേതൃത്വത്തിനെതിരെ തിരിയുന്നു? നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആക്രമിക്കാൻ അർണബ് ഇപ്പോഴും തയ്യാറാകുന്നില്ല. അതൊരു ഡീലിന് വേണ്ടിയാണോ എന്നുള്ളതാണ് ഇവിടെ നോക്കിക്കാണേണ്ടത്. NDTVക്ക് എതിരെയും അതുപോലെ സുധീർ ചൗധരിക്കെതിരെയും ഒക്കെ അർണബ് കൃത്യമായി ഒളിയമ്പുകൾ എയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ അർണബ് ഗോസ്വാമി കഴിഞ്ഞ കുറേ നാളുകളായി ഒരു പരിസ്ഥിതി സ്നേഹി എന്ന രീതിയിലുള്ള പരിവേഷം കിട്ടുകയാണ്. അതായത് ആരവല്ലി കുന്നുകൾ, ഹരിയാനയിലെ ആരവല്ലി കുന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ഖനനം നടത്തുന്നത് അദാനി ഗ്രൂപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് എന്ന രീതിയിൽ അതിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി അർണബ് ഗോസ്വാമി നീക്കം നടത്തുന്നു. ഇതുവഴി NDTVയെ വിമർശിക്കാൻ നല്ലൊരു അവസരം കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത് എന്ന് പല ചാനലുകളും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു മറ പിടിച്ച് അർണബ് ഗോസ്വാമി പല രീതിയിലുള്ള ചാനൽ ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തോളമായി അദ്ദേഹത്തിൻ്റെ ചാനൽ ചർച്ചകളിൽ ഉടനീളം ശക്തമായിട്ടുള്ള സംഘപരിവാറിനെതിരെയുള്ള നീക്കങ്ങൾ, മധ്യപ്രദേശിലെ ഒരു നേതാവിൻ്റെ മകൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട വിഷയം മുതൽ നിരവധിയായ കാര്യങ്ങളിൽ BJP നേതൃത്വത്തെ ശക്തമായി കടന്നാക്രമിക്കുന്നു. ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ക്രൈസിസ് ഉണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. പതിവില്ലാത്ത ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി എങ്ങനെയാണ് മാറ്റിമറിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന BJPക്ക് വേണ്ടി അല്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി കുഴലൂതുന്ന അർണബ് ഗോസ്വാമിയിൽ നിന്നും വലിയ മാറ്റം എങ്ങനെയാണ് ഈ കുറച്ച് നാളുകൾ കൊണ്ട് സംഭവിച്ചത് എന്നതിന് 4 പ്രധാന കാരണങ്ങളാണ് മാധ്യമ രംഗത്തുള്ള മറ്റുള്ള ചാനലുകളിലെ അവതാരകർ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അടിസ്ഥാനപരമായി അർണബ് ഗോസ്വാമി ഒരു പാരാഡിം ഷിഫ്റ്റിന് വേണ്ടി, ഒരു വലിയ മാറ്റം, ഒരു ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ഒരു തുടക്കമായി നമുക്ക് കണക്കാക്കാം. പ്രത്യേകിച്ചും സംഘപരിവാർ അജണ്ടകൾ പയ്യെ പയ്യെ അതിനെ കൈവിട്ടുകൊണ്ട് ഒരു മിഡിൽ പാത്ത് ഫോളോ ചെയ്ത് പെട്ടെന്ന് കയറിക്കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും വളരെ പതുക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ സിദ്ധാന്തങ്ങൾക്ക് അനുകൂലമായി അർണബ് സ്വാമി റിപ്പബ്ലിക് ചാനലിലെ തൻ്റെ പ്രേക്ഷകരെ അതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണോ? ഇതാണ് എല്ലാവരും നോക്കിക്കാണുന്നത്.